യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സഹോദരി സഹോദരന്മാരെ, ശാലോം ടെലിവിഷൻ്റെ വചന ശുശ്രൂഷയിലേക്ക് എല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം, ദൈവത്തോട് വിശ്വസ്തത പുലർത്തുക, തീർച്ചയായും നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും. ദൈവത്തോട് അവസാനം വരെ വിശ്വസ്തത പുലർത്തുക, തീർച്ചയായും നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും. നമ്മൾ ഇന്ന് ചിന്തിക്കുന്ന വചനഭാഗം ഇതാണ്. സുഭാഷിതങ്ങളുടെ പുസ്തകം 28-ാം അധ്യായം, അതിൻ്റെ 20-ാമത്തെ തിരുവചനം. അവിടെ കർത്താവിൻ്റെ വചനം ഇങ്ങനെയാണ് പറയുന്നത്: വിശ്വസ്തൻ സമൃദ്ധമായി അനുഗ്രഹിക്കപ്പെടും. ഈ വചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് കടക്കുവാൻ വേണ്ടി ഉൽപ്പത്തി പുസ്തകം 37-ാം അധ്യായം മുതലുള്ള ഭാഗങ്ങൾ നമ്മൾ പഠനത്തിനായിട്ട് എടുക്കുകയാണ്. അവിടെ പറഞ്ഞിരിക്കുന്നത് പഴയ നിയമത്തിലെ ജോസഫിൻ്റെ ചരിത്രമാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് ഏതാനും കാര്യങ്ങൾ ഇന്നത്തെ തിരുവചനം ശുശ്രൂഷയിൽ പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഒന്നാമതായിട്ട്, ജോസഫിൻ്റെ ജീവിതത്തിൽ there was a place of fellowship, കൂട്ടായ്മയുടേതായിട്ടുള്ള ഒരു സ്ഥലം ഉണ്ടായിരുന്നു. ഉൽപ്പത്തി പുസ്തകം 37-ാം അധ്യായത്തിൽ നമ്മൾ ഇങ്ങനെ കാണുന്നു: ഇസ്രായേൽ, അതായത് യാക്കോബിൻ്റെ മറ്റൊരു പേരാണ് ഇസ്രായേൽ. ഇസ്രായേൽ തൻ്റെ മറ്റ് മക്കളെക്കാൾ അധികമായി ജോസഫിനെ സ്നേഹിച്ചു. കൈനീളമുള്ള ഒരു മനോഹരമായ കുപ്പായം ഉണ്ടാക്കി അദ്ദേഹം ജോസഫിന് കൊടുത്തു. ഇത് കണ്ടിട്ട് മറ്റുള്ളവർ മനസ്സിലാക്കുകയാണ് ജോസഫ് ഒത്തിരി പ്രത്യേകതകളുള്ളവനാണ്, ജോസഫ് അപ്പൻ്റെ പ്രിയപ്പെട്ട മകനാണ്. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഇത് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തെയും യേശു ക്രിസ്തുവിൻ്റെ ജീവിതത്തെയും കാണിക്കുന്നുണ്ട്. മറ്റെല്ലാവരെക്കാളും പിതാവായ ദൈവം യേശു ക്രിസ്തുവിനെ ഒരുപാട് പ്രത്യേകതകളുള്ളൊരു വ്യക്തിയായിട്ട് കാണുന്നുണ്ട്. അതാണ് ഇവിടുത്തെ അടയാളം. ഇസ്രായേൽ മറ്റു മക്കളെക്കാൾ അധികമായി ജോസഫിനെ സ്നേഹിച്ചു. മറ്റു മക്കൾക്ക് കൊടുക്കാത്ത ഒരു കുപ്പായമുണ്ടാക്കി ജോസഫിനെ അണിയിച്ചു. നമ്മുടെ കാര്യത്തിലും ഇത് സത്യമാണ്. ദൈവം എല്ലാവരെയും സ്നേഹിക്കുന്നുണ്ടെങ്കിലും യേശു ക്രിസ്തുവിൻ്റെ കുരിശുമരണത്തെ അംഗീകരിച്ച്, യേശു ക്രിസ്തുവിൻ്റെ പാപപരിഹാര ബലിയിൽ വിശ്വാസമർപ്പിച്ച്, സ്വന്തമായി രക്ഷപ്പെടാൻ സാധിക്കുകയില്ല എന്ന് എളിമപ്പെട്ട്, ദൈവത്തിൻ്റെ കരുണയിൽ ആശ്രയിച്ച്, അവിടുന്ന് കാൽവരിയിൽ വെളിപ്പെടുത്തിയ മനോഹരമായ ആ ദൈവസ്നേഹത്തിൻ്റെ പ്രകടനമായ കുരിശുമരണത്തിൽ വിശ്വസിച്ച്, അവിടുത്തെ രക്തത്താൽ കഴുകപ്പെട്ട് സൗജന്യമായി പാപമോചനം നേടി നീതീകരിക്കപ്പെടുന്ന ഒരു ദൈവ പൈതലിനെ, ഒരു മകൻ, ഒരു മകൾ ദൈവത്തിൻ്റെ പ്രത്യേകമായ ഒരു ഇഷ്ടത്തിന് യോഗ്യനായിത്തീരുന്നുണ്ട്. ദൈവം ഒരു പ്രത്യേകമായ വിധത്തിലാണ് യേശുവിൻ്റെ രക്തത്താൽ കഴുകപ്പെട്ട വ്യക്തിയെ കാണുന്നത്. ഇവിടെ ദൈവവുമായിട്ടൊരു പ്രത്യേകമായ കൂട്ടായ്മ ഉണ്ടാവുകയാണ്. മറ്റ് സഹോദരങ്ങൾക്കില്ലാതിരുന്ന ഒരു പ്രത്യേകമായ അടുപ്പം ജോസഫിന് യാക്കോബുമായിട്ട്, ജോസഫിൻ്റെ അപ്പനായ യാക്കോബുമായിട്ട് ഉണ്ടായിരുന്നു. ആഴമേറിയ ഒരു സ്നേഹബന്ധം അപ്പനും മകനും തമ്മിൽ ഉണ്ടായിരുന്നു. ദൈവം നമ്മളെ എന്താണ് പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്? ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ട മക്കളെ, ദൈവത്തിൻ്റെ ഏറ്റവും വലിയ സ്വപ്നം നമുക്ക് 100 നിലയുള്ള വീട് തരുന്നതല്ല, നമ്മുടെ വീട്ടിൽ 25 കാറ് കിടക്കുന്നതല്ല. ഇതൊക്കെ കിട്ടുന്നെങ്കിൽ മേടിച്ചോ. പക്ഷെ ദൈവത്തിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ഇതൊന്നുമല്ല. ദൈവവും നമ്മളുമായിട്ട് ഒരു സെക്കൻഡ് പോലും മുറിയാതെ ഒരു വലിയ സ്നേഹബന്ധത്തിലായിരിക്കുക എന്നുള്ളതാണ് ദൈവത്തിൻ്റെ സ്വപ്നം. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച് പറുദീസയിലാക്കി, ദൈവവുമായിട്ട് കൂട്ടായ്മയിലാണ് ദൈവം അവനെ ആക്കിയത്. ആ കൂട്ടായ്മയാണ് ദൈവം ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് യോഹന്നാൻ്റെ ലേഖനം, 1-ാം ലേഖനം, അതിൻ്റെ 1-ാമത്തെ അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു: ഞങ്ങളുടെ കൂട്ടായ്മയാകട്ടെ പിതാവിനോടും അവിടുത്തെ പുത്രനായ യേശു ക്രിസ്തുവിനോടും ആണ്. അപ്പോസ്തലനായ യോഹന്നാൻ അന്നത്തെ ജനത്തോട് മാത്രമല്ല, ഇന്ന് നമ്മളോടും ഈ വചനത്തിലൂടെ സംസാരിക്കുകയാണ്. എന്താണ് സംസാരിക്കുന്നത്? ഞങ്ങളുടെ സകല വിശുദ്ധിയുടെയും രഹസ്യം അപ്പനോടുള്ള കൂട്ടായ്മയാണ്. ഞങ്ങളിൽ കാണുന്ന പരിശുദ്ധാത്മ അഭിഷേകത്തിൻ്റെ രഹസ്യം അപ്പനോടുള്ള കൂട്ടായ്മയാണ്, യേശു ക്രിസ്തുവിനോടുള്ള കൂട്ടായ്മയാണ്, ദൈവവുമായിട്ടുള്ള സ്നേഹബന്ധമാണ്. ആ ബന്ധത്തിൽ നിന്നും ഞങ്ങൾ മുറിഞ്ഞു മാറിയാൽ ഞങ്ങളുടെ വിശുദ്ധി നഷ്ടപ്പെട്ടു,
ഞങ്ങളുടെ സ്നേഹം നഷ്ടപ്പെട്ടു, ഞങ്ങളിലുള്ള പ്രകാശം നഷ്ടപ്പെട്ടു, ഞങ്ങൾ ഇരുട്ടിലായിരിക്കുന്നു. ഈ കൂട്ടായ്മയിലേക്ക് നിങ്ങളും വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതിനാലാണ് ഞാൻ നിങ്ങൾക്ക് ലേഖനം എഴുതുന്നത്. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ലോകത്തിലെ മനുഷ്യർ ബഹുഭൂരിപക്ഷവും മതവിശ്വാസികളാണ്. മതം എന്ന വാക്കിൻ്റെ അർത്ഥം അഭിപ്രായം എന്നാണ്. അപ്പോൾ ഓരോ മതസ്ഥാപകനും ദൈവത്തെക്കുറിച്ച് ഓരോ അഭിപ്രായമുണ്ട്. അപ്പോൾ മതം എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ അഭിപ്രായമാണ്. ലോകത്തിലുള്ള മനുഷ്യരിൽ ഒരു മെജോറിറ്റിയും, അതായത് ഭൂരിഭാഗവും മതങ്ങളിൽ വിശ്വസിക്കുന്നവരാണ്. പക്ഷേ മതങ്ങളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, മതത്തിൻ്റെ ആചാര അനുഷ്ഠാനങ്ങളുടെ സമയം കഴിഞ്ഞാൽ മിക്കവാറുമുള്ള മനുഷ്യർക്ക് പിന്നീട് ദൈവചിന്തയില്ല, ദൈവവുമായിട്ടുള്ള ബന്ധമില്ല. ഇനി മതങ്ങളിൽ തന്നെ ഒരുപാട് പേര് ദൈവത്തിൻ്റെ അടുത്ത് പോകുന്നതിൻ്റെ കാരണം, ഞാൻ അവിടെ പോയി പ്രാർത്ഥിച്ചില്ല എങ്കിൽ ദൈവം ശിക്ഷിക്കുമോ എന്നുള്ളൊരു ഭയമാണ്. ഞാൻ അങ്ങോട്ട് പോയില്ല എങ്കിൽ ദൈവം എന്നെ തകർത്ത് കളയുമോ എന്നുള്ള ഭയമാണ്. ഇങ്ങനെ പലതരത്തിലുള്ള ചിന്തകളുടെ ഇടയ്ക്ക് യേശുക്രിസ്തുവിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇതിൻ്റെ എല്ലാം അപ്പുറത്തേക്ക് നീളുന്ന 24 മണിക്കൂർ നീളുന്ന, എന്തിന്, ഉറങ്ങുമ്പോൾ പോലും ദൈവത്തിൻ്റെ മടിയിൽ കിടന്നുറങ്ങുന്ന സ്നേഹബന്ധം. ഉറങ്ങാൻ പോകുമ്പോൾ ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചിട്ട് കിടക്കുന്നതല്ല, അത് ഒരു താഴ്ന്ന ലെവലാണ്. അതിൻ്റെ അപ്പുറത്തേക്ക് കടന്നു ചെന്ന് ഉറങ്ങുമ്പോൾ പോലും ദൈവവുമായിട്ടുള്ള സ്നേഹബന്ധത്തിലായിരിക്കുന്ന ഒരു കൂട്ടായ്മ. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, പഴയ നിയമത്തിൽ ജോസഫിന് അവൻ്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ പ്രവചനത്തിൽ വെളിപ്പെട്ട് കിട്ടുന്നത് സ്വപ്നത്തിലാണ്. ഒരു പ്രവചനമാണ് അവിടെ വെളിപ്പെടുന്നത്, പക്ഷേ അത് സ്വപ്നത്തിലാണ്. അവൻ സ്വപ്നത്തിൽ ഇത്ര കൃത്യമായിട്ട് അവൻ്റെ ജീവിതം കാണാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം ദൈവവുമായിട്ട് അവനുള്ള സ്നേഹബന്ധം തന്നെയാണ്. ഇതാണ് പരിശുദ്ധ അമ്മയുടെ രഹസ്യം. അമ്മ പറയുന്നുണ്ട്, എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. നമ്മൾ ആത്മീയമായിട്ട് വളരാനായിട്ട് ആഗ്രഹിക്കുന്നെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. എല്ലാറ്റിൻ്റെയും അപ്പുറം മറ്റാരും കാണാത്തപ്പോഴും ദൈവവും നമ്മളുമായിട്ടുള്ള ആ ഒരു കൂട്ടായ്മ, അത് തന്നെയാണ് പ്രിയപ്പെട്ടവരെ എല്ലാറ്റിൻ്റെയും രഹസ്യം. ഉദാഹരണം പറഞ്ഞാൽ, നമ്മുടെ വീട്ടിൽ ലൈറ്റ് കത്തുന്നു, ഫാൻ കറങ്ങുന്നു, ഫ്രിഡ്ജ് പ്രവർത്തിക്കുന്നു, എല്ലാം ഉണ്ട്. പെട്ടെന്നാണ് കറണ്ട് പോകുന്നത്. ഈ കറണ്ട് പോകുന്ന ഉടൻ തന്നെ എന്ത് സംഭവിക്കുന്നു? കത്തിക്കൊണ്ടിരുന്ന ബൾബ് അവിടെ തന്നെ കെട്ടുപോകുന്നു. കറങ്ങിക്കൊണ്ടിരുന്ന ഫാൻ നിശ്ചലമാകുന്നു. ഫാനിന് യാതൊരു കുഴപ്പവുമില്ല, ബൾബിന് യാതൊരു കുഴപ്പവുമില്ല, ഫ്രിഡ്ജിനൊരു കുഴപ്പവുമില്ല, പക്ഷേ ഫ്രിഡ്ജും പ്രവർത്തിക്കുന്നില്ല. ഒന്നിനും ഒരു കുഴപ്പമില്ല. കറണ്ട് ഒരു 5 മിനിറ്റ് നേരത്തേക്ക് പോയാൽ 5 മിനിറ്റ് സമയം വീട്ടിൽ കൂരിരുട്ടാണ്. ഇതുപോലെയാണ് നമ്മൾ എത്രമാത്രം ആചാര അനുഷ്ഠാനങ്ങളും പ്രാർത്ഥനകളും തീർത്ഥാടനങ്ങളും ഒക്കെ നടക്കുന്നവരാണെങ്കിലും, എത്രമാത്രം ധ്യാനം കൂടുന്നവരാണെങ്കിലും, നമ്മുടെ ജീവിതത്തിൽ സ്വർഗത്തിൻ്റെ കറണ്ട് കട്ട് വന്നു കഴിഞ്ഞാൽ ദൈവവും നമ്മളുമായിട്ടുള്ള ബന്ധം, ഉദാഹരണം പറഞ്ഞാൽ ഇടുക്കി എന്ന് പറയുന്ന ജില്ലയിൽ ഉണ്ടാക്കുന്ന കറണ്ട് അനേക കിലോമീറ്ററുകൾ ദൂരം സഞ്ചരിച്ച് എറണാകുളത്തും ആലപ്പുഴയും തൃശ്ശൂരും തിരുവനന്തപുരത്തും ഒക്കെ എത്തിച്ചേരുന്നുണ്ട്. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, കാൽവരിയിൽ നമുക്ക് വേണ്ടി തുറക്കപ്പെട്ട ദൈവത്തിൻ്റെ കൃപ അനുസ്യൂതമായിട്ട് പ്രവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇടുക്കിയുമായിട്ടുള്ള തിരുവനന്തപുരത്തിൻ്റെ അല്ലെങ്കിൽ എറണാകുളത്തിൻ്റെ ബന്ധം ഏതെങ്കിലും ഒരു ലൈൻ കമ്പിയിൽ എവിടെയെങ്കിലും വിച്ഛേദിക്കപ്പെട്ടാൽ പിന്നീട് കുറ്റാക്കൂരിട്ടാണ്, നമ്മുടെ വീട്ടിൽ കറണ്ട് വരുന്നില്ല. ഇതുപോലെ തന്നെയാണ് ദൈവവുമായിട്ടുള്ള നമ്മുടെ ബന്ധം. എപ്പോഴാണോ മുറിഞ്ഞു പോകുന്നത്, ആ നിമിഷം സത്യത്തിൽ നമ്മൾ ഇരുട്ടിലാണ്. ആ നിമിഷം നമ്മളിൽ കൃപയില്ല. ആ നിമിഷം നമ്മൾ അന്ധകാരത്തിൻ്റെ ലോകത്തിലാണ്. ആ നിമിഷം നമ്മൾ വീണുപോകാനുള്ള സാധ്യതയുണ്ട്. ആ നിമിഷം നമ്മളിലെ പ്രകാശം നഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, നിങ്ങൾ എന്നിൽ വസിക്കുവിൻ, ഞാൻ നിങ്ങളിലും വസിക്കും. എന്നിൽ വസിക്കുന്നവൻ ധാരാളം ഫലം പുറപ്പെടുവിക്കും. വസിക്കുക എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? വന്നും പോയും ഇരിക്കുന്നതിൻ്റെ പേര് വസിക്കുക എന്നല്ല. അതിനെ നമ്മൾ പറയുന്നത് ഗസ്റ്റ് എന്നാണ് പറയുന്നത്. എന്താണ്? നമ്മുടെ വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് വരുന്ന അതിഥികൾ എന്നൊക്കെ പറയുന്നത്. ആ വാക്കല്ല കർത്താവ് ഉപയോഗിച്ചിരിക്കുന്നത്. പകരം വസിക്കുക എന്ന് പറഞ്ഞാൽ വന്നും പോയും ഇരിക്കുന്ന അവസ്ഥ മാറി 24 മണിക്കൂറും ആയിരിക്കുന്ന അവസ്ഥ. ഇങ്ങനെ നമ്മളായി കഴിയുമ്പോൾ നമ്മളിൽ ഫലം പുറപ്പെടുവിക്കുന്ന ഒരു ഉന്നതമായ ആത്മീയ ജീവിതത്തിൻ്റെ വളർച്ചയുടെ അടയാളങ്ങൾ കാണാനായിട്ട് തുടങ്ങിയാണ്. അപ്പോൾ ജോസഫിൻ്റെ ഒന്നാമത്തെ പ്രത്യേകത, അവൻ അവൻ്റെ അപ്പനുമായിട്ട് നല്ല ഒരു കൂട്ടായ്മ ആചരിച്ചു. രണ്ടാമത്തതെന്ന് പറയുന്നത് എ പ്ലേസ് ഓഫ് പെർസിക്യൂഷൻ. രണ്ടാമത് ജോസഫ് ചെന്ന് ചാടുന്ന സ്ഥലത്തിൻ്റെ പേരാണ് പ്ലേസ് ഓഫ് പെർസിക്യൂഷൻ. അവൻ്റെ ജീവിതത്തിൽ ശക്തമായ പീഡനങ്ങൾ ഉണ്ടാവുകയാണ്.
വേദനയുടെ അനുഭവത്തിലൂടെ അവൻ കടന്നു പോവുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 20-ാമത്തെ തിരുവചനം ഇങ്ങനെയാണ് പറയുന്നത്, അവർ എന്നെ പീഡിപ്പിച്ചുവെങ്കിൽ നിങ്ങളെയും പീഡിപ്പിക്കും. ഇപ്പൊ കർത്താവ് വളരെ വ്യക്തമായിട്ട് പറയുകയാണ്, അവർ എന്നെ പീഡിപ്പിച്ചുവെങ്കിൽ നിങ്ങളെയും പീഡിപ്പിക്കും. യേശു ക്രിസ്തുവിന് വേദന സഹിക്കേണ്ടതായിട്ട് വന്നുവെങ്കിൽ എനിക്കും നിങ്ങൾക്കും വേദന സഹിക്കേണ്ടതായിട്ട് വരും എന്ന് കർത്താവ് പറയുകയാണ്. അങ്ങനെ സഹിക്കേണ്ടി വരത്തില്ല എന്ന് പറയുന്ന പ്രസംഗങ്ങൾ കാപട്യം നിറഞ്ഞ പ്രസംഗമാണ്. അത് യഥാർത്ഥ സുവിശേഷ പ്രസംഗമല്ല. ആ സമയത്ത് നമുക്ക് കേൾക്കാൻ നല്ല രസമാണ്. പക്ഷേ യഥാർത്ഥ ജീവിതത്തിൽ നമ്മൾ വേദന അഭിമുഖീകരിക്കേണ്ടി വരുമ്പോൾ നമ്മൾ പതറിപ്പോകുന്നു. കാരണം നമ്മൾ പഠിക്കേണ്ട പാഠം പഠിച്ചിട്ടില്ല, നമ്മൾ കേട്ടിരിക്കുന്നത് വേറെന്തോ ആണ്. ഇപ്പോൾ നമ്മൾ വേദനയിലൂടെ കടന്നു പോവുകയാണ്. ഈശോ വ്യക്തമായിട്ട് മത്തായി സുവിശേഷത്തിൽ നമ്മളോട് വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഒരുവന്റെ കുടുംബത്തിൽപ്പെട്ടവർ തന്നെയായിരിക്കും അവൻ്റെ ശത്രുക്കൾ. അപ്പോൾ ഒരുവന്റെ കുടുംബത്തിൽപ്പെട്ടവർ തന്നെ ആയിരിക്കും അവൻ്റെ ശത്രുക്കൾ എന്ന് പറഞ്ഞിരിക്കുമ്പോൾ കുടുംബത്തിലുള്ളവർ നമ്മളെ വേദനിപ്പിക്കാൻ സാധ്യതയുണ്ട്. ഒരിക്കൽ ഞാനൊരു സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആ സഹോദരി പറഞ്ഞ കാര്യം ഓർക്കുകയാണ്. വിദേശ രാജ്യത്ത് നേഴ്സായിട്ട് ഒരുപാട് കാലം ജോലി ചെയ്ത് കിട്ടിയതെല്ലാം കുടുംബത്തിലേക്ക് അയച്ചു കൊടുത്തു. ഒടുവിൽ അവളുടെ വിവാഹത്തിന് വേണ്ടി അവൾ കുടുംബത്തിലേക്ക് വരുമ്പോൾ കാണുന്നത് ഒറ്റ പൈസ പോലും അവളുടെ പേരിൽ ബാങ്കിലില്ല. അത് മുഴുവൻ കുടുംബത്തിലുള്ളവർ ധൂർത്തടിച്ചു കളഞ്ഞു. ഈ പാവപ്പെട്ട സഹോദരി രാവും പകലും കഷ്ടപ്പെട്ടുണ്ടാക്കിയ ലക്ഷക്കണക്കിന് വരുന്ന രൂപ കുടുംബത്തിലുള്ളവർ ധൂർത്തടിച്ചു കളഞ്ഞു. അവൾക്ക് വേണ്ടി ഒന്നും തന്നെ കരുതി വച്ചിട്ടില്ല. വളരെ വിഷമിച്ച് നിലവിളിച്ച് പ്രാർത്ഥനയ്ക്ക് കടന്നു വന്ന ആ മകളെ ഞാൻ ഓർക്കുകയാണ്. അവൾ വല്ലാത്ത വേദനയിലൂടെ കടന്നു പോവുകയാണ്. ജോസഫിൻ്റെ ജീവിതത്തിൽ 2-ാമത്തെ ഘട്ടത്തിൽ നമ്മൾ കാണുന്നു, ജോസഫിൻ്റെ സ്വന്തം സഹോദരന്മാർ ജോസഫിനെ പൊട്ടക്കിണറ്റിൽ ഉപേക്ഷിക്കുക. ഒരു പൊട്ടക്കിണറിൻ്റെ അനുഭവത്തിലൂടെ ചിലപ്പോഴൊക്കെ നമ്മൾ കടന്നു പോകേണ്ടതായിട്ട് വരുന്നുണ്ട് പ്രിയപ്പെട്ടവരെ. മാത്രമല്ല അവിടെ നിന്ന് വീണ്ടും എടുത്ത് ശത്രുക്കൾക്ക് വിറ്റുകൊടുക്കുന്നു. അവനെ ഒരു അടിമയായിട്ട് വിറ്റ് കളയുന്നു. അവർ അവനെ അടിമച്ചന്തയിലേക്ക് പിടിച്ചുകൊണ്ടു പോകുന്നു. അടിമച്ചന്തയിൽ നിന്നും പൊത്തിഫർ അവനെ വിലയ്ക്ക് വാങ്ങുന്നു. പൊത്തിഫറിന്റെ ഭവനത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. ഇതിനെല്ലാം കാരണമായി തീർന്നത് ജോസഫ് ഒരുപാട് സ്നേഹിച്ചിരുന്ന ജോസഫിന്റെ സ്വന്തം സഹോദരന്മാർ തന്നെയാണ്. നമുക്ക് പലപ്പോഴും അത്ഭുതം തോന്നുന്നൊരു കാര്യമുണ്ട്. നമ്മളെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്നത് നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന വ്യക്തികൾ തന്നെ ആയിരിക്കാൻ സാധ്യത കൂടുതലാണ്. നമ്മൾ ഒത്തിരി സ്നേഹിക്കുന്ന വ്യക്തികളാണ് പലപ്പോഴും നമുക്കൊത്തിരി വേദന ഉണ്ടാക്കുന്നത്. നമ്മൾ ഒരുപാട് സഹായിച്ചിട്ടുള്ള ചില വ്യക്തികൾ ചില സമയത്ത് നമുക്ക് ഒരുപാട് പ്രശ്നം ഉണ്ടാക്കുന്നു. അവർ നമുക്ക് ഒരുപാട് വേദന ഉണ്ടാക്കുന്നു. നമ്മുടെ ഹൃദയം തകർന്നു പോകുന്നു. ആബേലിൻ്റെയും കായൻ്റെയും ജീവിതത്തിലും നമുക്കിത് കാണാം. ആബേല് നിഷ്കളങ്കമായിട്ട് അവൻ്റെ ചേട്ടനെ സ്നേഹിച്ചു. പക്ഷെ ഇതാ കായേൻ തന്ത്രപൂർവം ആബേലിനെ ഒരു പാഡി ഫീൽഡിലേക്ക്, അതായത് ഒരു വയലിലേക്ക് കൊണ്ടുപോയി കൊന്നുകളയുകയാണ്. അവിടെ ഈ സ്വന്തം വീട്ടിലുള്ള ആൾ തന്നെയാണ് ശത്രുവായിട്ട് മാറുന്നത്. ഇവിടെയും പ്രിയപ്പെട്ടവരെ ജോസഫിന് സംഭവിക്കുന്നത് അത് തന്നെയാണ്. അവൻ്റെ കുടുംബത്തിലുള്ളവർ അവനെ വലിയ വേദനയിലൂടെ അവനെ കടത്തിക്കൊണ്ടു പോവുകയാണ്. ഒരു പക്ഷേ ഇന്നത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു അമ്മായിയമ്മയിൽ നിന്നുള്ള വേദന, അല്ലെങ്കിൽ മരുമകളിൽ നിന്നുള്ള വേദന, സ്വന്തം സഹോദരങ്ങളിൽ നിന്നുള്ള വേദന, മക്കളിൽ നിന്നുള്ള വേദന, മാതാപിതാക്കളിൽ നിന്നുള്ള വേദന ഒക്കെ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയായിരിക്കാം. പക്ഷേ ജോസഫിനെ നമ്മൾ കണ്ടു പഠിക്കണം. എന്താണ്? ജോസഫ് ഒരു അക്ഷരം മിണ്ടുന്നില്ല. ജോസഫിന് പരാതിയില്ല. ജോസഫ് പെറുപെറുക്കുന്നില്ല. ജോസഫ് ചേട്ടന്മാരെ ചീത്ത വിളിക്കുന്നില്ല, ചേട്ടന്മാരോട് കോപിക്കുന്നില്ല, ദൈവത്തോടും കോപിക്കുന്നില്ല. ജോസഫ് അവൻ്റെ വാ പൂട്ടിപ്പിടിക്കുകയാണ്. കൊല്ലാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെ യേശു ക്രിസ്തു പീലാത്തോസിന്റെ മുമ്പിൽ നിന്നു എന്ന് വചനത്തിൽ വായിക്കുന്നുണ്ട്. ജോസഫ് അതിനെ ഓർമ്മിപ്പിക്കുകയാണ്. ഒരക്ഷരം പോലും മിണ്ടാതെ തൻ്റെ സഹനവേളകളിൽ ജോസഫ് മൗനം പാലിക്കുകയാണ്. ആഴമേറിയ ആത്മീയത കൊണ്ട് നടന്നൊരു മനുഷ്യനാണ്. എൻ്റെയും നിങ്ങളുടെയും ഒക്കെ ആത്മീയത സാധാരണഗതിയിൽ തകർന്നു പോകുന്നത് ഇതുപോലുള്ള പൊട്ടക്കിണറിൻ്റെ അനുഭവത്തിൽ ചെല്ലുമ്പോൾ നമ്മുടെ ഉള്ളിലിരിക്കുന്നതെല്ലാം പുറത്തു വരികയാണ്. ഇന്നലെ വരെ ഹല്ലേലൂയ പറഞ്ഞിരുന്ന നമ്മൾ ഇതാ പെട്ടെന്ന് പെറുപിറുക്കാൻ തുടങ്ങുന്നു. ഇന്നലെ വരെ ആരാധനാ സ്തുതിസ്തോത്രങ്ങൾ നടത്തിയിരുന്ന നമ്മൾ പെട്ടെന്ന് തകർന്ന് തരിപ്പണമായി പോകുന്നു. പ്രിയപ്പെട്ടവരെ, ജോസഫ് ഒരക്ഷരം പോലും മിണ്ടുന്നില്ല. മൂന്നാമത് ജോസഫ് കടന്നു ചെല്ലുന്നത് പ്ലേസ് ഓഫ് ടെംപ്റ്റേഷൻ, അതായത് പ്രലോഭനത്തിൻ്റെ ഒരു സ്ഥലത്തേക്കാണ് ജോസഫ് കടന്നു ചെല്ലുന്നത്. മൂന്നാമത്തെ ഘട്ടം പ്ലേസ് ഓഫ് ടെംപ്റ്റേഷനാണ്. ജോസഫ് പൊത്തിഫറിന്റെ വീട്ടിൽ ഒരുമാതിരി ഒന്ന് പച്ച പിടിച്ചു വരുന്നു എന്ന് തോന്നിയതാണ്. കാരണം ജോസഫിൻ്റെ കൂടെ കർത്താവ് ഉണ്ടായിരുന്നു. ജോസഫിനെ ദൈവം സമൃദ്ധമായിട്ട് അനുഗ്രഹിച്ചു. അതുകൊണ്ട് തന്നെ ജോസഫ് കടന്നു ചെന്ന പൊത്തിഫറിന്റെ വീട്ടിലും എല്ലാ വിധത്തിലും അനുഗ്രഹം ഉണ്ടായി.
പൊത്തിഫറിൻ്റെ ബിസിനസ് അനുഗ്രഹിക്കപ്പെട്ടു. പൊത്തിഫർ അടിവെച്ച് കയറി പോവുകയാണ്. പൊത്തിഫറിന് മനസ്സിലായി, ഇന്നലെ വരെ ഇല്ലാതിരുന്ന ഈ അനുഗ്രഹങ്ങൾ, ഈ ഉയർച്ച എൻ്റെ വീട്ടിൽ വരാൻ കാരണമെന്താ? ഈ അടിമച്ചെറുക്കനാണ്, അവൻ ദൈവവിശ്വാസിയാണ്. അവൻ എൻ്റെ വീട്ടിൽ വന്ന് കയറിയതിന് ശേഷം എൻ്റെ വീട്ടിൽ അനുഗ്രഹം തന്നെ. അതുകൊണ്ട് പൊത്തിഫറിന് ജോസഫിനെ ഒത്തിരി ഇഷ്ടമായിരുന്നു. പക്ഷേ ഒരു അപകടം അവിടെ പതുക്കെ പൊങ്ങി വരുന്നുണ്ടായിരുന്നു. ജോസഫ് പോലും അറിയാതെ ഒരു അപകടമുണ്ടായി. പൊത്തിഫറിൻ്റെ ഭാര്യ ജോസഫിനെ ലൈംഗിക പാപത്തിന്, വ്യഭിചാരത്തിന്, അശുദ്ധിക്ക് പ്രലോഭിപ്പിക്കുകയാണ്. വലിയ പ്രലോഭനം ജോസഫിന് നേരിടേണ്ടതായിട്ട് വരുന്നു. ഇത് എൻ്റെയും നിങ്ങളുടെയും ജീവിതമാണ്. നമ്മൾ പ്രാർത്ഥനയിൽ വളർന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു പൊത്തിഫറിൻ്റെ ഭാര്യ നമുക്കെതിരെ ഉയർന്നു വരുന്നു, ഒരു ദലീല നമുക്കെതിരെ ഉയർന്നു വരുന്നു, ഒരു ബത്ഷീബ നമ്മുടെ മുമ്പേ കടന്നു വരുന്നു. പ്രിയപ്പെട്ടവരെ, ഇത് ദൈവവചനത്തിലെ വലിയൊരു സത്യമാണ്. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനം ഇങ്ങനെ പറയുന്നത്. യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ തിരുവചനം ഇങ്ങനെ പറയുന്നു: എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ നിങ്ങൾ സന്തോഷിക്കുവിൻ. വിശ്വാസം പരീക്ഷിക്കപ്പെടുമ്പോൾ നിങ്ങൾക്കതിൽ സ്ഥിരത ലഭിക്കുമെന്നറിയാമല്ലോ. ഈ സ്ഥിരത പൂർണ്ണ ഫലം പുറപ്പെടുവിക്കുകയും നിങ്ങൾ പൂർണ്ണരും ഒന്നിനും കുറവില്ലാത്തവരും എല്ലാം തികഞ്ഞവരുമായി തീരുകയും ചെയ്യും. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനം വ്യക്തമായിട്ട് പറയുകയാണ്, പ്രിയപ്പെട്ട മക്കളെ, വിവിധ പ്രലോഭനങ്ങളിൽ അകപ്പെടുമ്പോൾ നിങ്ങൾ സന്തോഷിക്കുവിൻ. എന്തെന്നാൽ ദൈവം നിങ്ങളെ പൂർണ്ണതയിലേക്ക് കൊണ്ടുപോവുകയാണ്, പെർഫെക്ഷനിലേക്ക് കൊണ്ടുപോകുകയാണ്. ഈശോ പറഞ്ഞിട്ടില്ലേ, നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണരായിരിക്കുമെന്ന്. ഇതിലേക്ക് നമ്മളെ കൊണ്ടുപോകാനുള്ള ദൈവത്തിൻ്റെ ഒരു മാർഗമാണ് പ്രലോഭനങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ അനുവദിക്കപ്പെടും. നമ്മൾ തോറ്റു പോകാതിരിക്കാൻ ദൈവം നോക്കിക്കൊള്ളും, അത് വേറൊരു കാര്യം. പക്ഷേ പ്രലോഭനങ്ങൾ ഉണ്ടാകുക തന്നെ ചെയ്യും. ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യാൻ പറയുന്നു? സന്തോഷിക്കുവിൻ. കാരണം എന്താണ്? ഇത് പൂർണ്ണ ഫലം പുറപ്പെടുവിക്കുകയും നമ്മൾ പൂർണ്ണരും ഒന്നിനും കുറവില്ലാത്തവരും എല്ലാം തികഞ്ഞവരുമായി തീരുകയും ചെയ്യും. നമ്മൾ പലപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട്, ദൈവമേ എന്നെ ഒരു പാപം പോലും ചെയ്യാത്ത ഒരു മകനാക്കി മാറ്റണമേ, ഒരു മകളാക്കി മാറ്റണമേ. പക്ഷേ പ്രലോഭനം വരുമ്പോൾ നമ്മൾ ചോദിക്കുന്നു, ദൈവമേ എന്തിനാണ് ഇത്രമാത്രം പ്രലോഭനങ്ങൾ? അതേ പ്രിയപ്പെട്ടവരെ, പ്രലോഭനത്തിലൂടെ തന്നെയാണ് ദൈവം നമ്മളെ പൂർണ്ണതയിലേക്ക് നയിക്കുന്നത്. വീണ്ടും കർത്താവിൻ്റെ വചനം യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ തിരുവചനത്തിൽ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്: വിവിധ പരീക്ഷകൾ ഉണ്ടാകുമ്പോൾ പരീക്ഷകൾ ക്ഷമയോടെ സഹിക്കുന്നവൻ ഭാഗ്യവാൻ. എന്തെന്നാൽ അവൻ പരീക്ഷകളെ അതിജീവിച്ച് കഴിയുമ്പോൾ തന്നെ സ്നേഹിക്കുന്നവർക്ക് ദൈവം വച്ചിരിക്കുന്ന ജീവന്റെ കിരീടം അവന് ലഭിക്കും. കർത്താവിൻ്റെ വചനം എത്ര മനോഹരമാണ്! പരിശുദ്ധാത്മാവ് എത്ര മനോഹരമായിട്ടാണ് കാര്യങ്ങൾ പറഞ്ഞു തരുന്നത്. പരിശുദ്ധാത്മാവ് ഇവിടെ വ്യക്തമായിട്ട് പറഞ്ഞു തരികയാണ്, പരീക്ഷകൾ ക്ഷമയോടെ സഹിക്കണം. പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഓടരുത്, വെപ്രാളം പിടിക്കരുത്, എന്തോ സംഭവിച്ചാൽ എന്നതുപോലെ കിടന്ന് പതറരുത്. പകരം ക്ഷമയോടെ സഹിക്കണം, പേഷ്യൻ്റ് ആയിരിക്കണം. നമ്മൾ ക്ഷമയോടെ, ശാന്തതയോടെ പ്രലോഭനത്തെ നേരിടണം, അതിനെ അതിജീവിക്കണം. പ്രലോഭനത്തിൻ്റെ കൊടുങ്കാറ്റ് കടന്നു പോകുന്ന സമയം വരെ, ചിലപ്പോൾ അത് 1-2 മണിക്കൂറായിരിക്കാം, അല്ലെങ്കിൽ 2-3 ദിവസമായിരിക്കാം, ചിലപ്പോൾ തുടർച്ചയായിട്ട് ആഴ്ചകളോളം നീണ്ടു നിന്നേക്കാം. പക്ഷെ അവിടെ ക്ഷമയോടിരിക്കാൻ പറയുന്നു. ക്ഷമയോടെ ഇരുന്ന് അതിനെ അതിജീവിക്കുമ്പോൾ ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്കുള്ള ജീവന്റെ കിരീടം നിനക്ക് തരുമെന്നാണ് പറയുന്നത്. അപ്പൊ കർത്താവ് തന്നെ സ്നേഹിക്കുന്നവരെ എങ്ങനെയാണ് തിരിച്ചറിയുന്നത്? പ്രലോഭനങ്ങളുടെ നിമിഷങ്ങളിൽ ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് പിടിച്ചു നിൽക്കുന്ന വ്യക്തികളെയാണ് തന്നെ സ്നേഹിക്കുന്നവർ എന്ന് ദൈവം വിളിക്കുന്നത്. അല്ലാതെ ദൈവമേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് പുസ്തകത്തിൽ എഴുതി വച്ചിരിക്കുന്നത് കാലത്ത് ഉച്ചയ്ക്കും രാത്രിയും വായിച്ചാൽ മാത്രം പോരാ. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പാട്ട് പാടിയാൽ മാത്രം പോരാ. പ്രലോഭനത്തിൻ്റെ നിമിഷങ്ങളിൽ ദൈവത്തെ വേദനിപ്പിക്കാതിരിക്കാൻ പരിശുദ്ധാത്മാവിൻ്റെ കാലുകളിൽ കെട്ടിപ്പിടിച്ചു കിടക്കുന്ന ഒരു മകൻ, മകൾ ദൈവത്തിൻ്റെ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നു. പ്രലോഭനങ്ങളുടെ വേളയിൽ കുരിശിൽ കെട്ടിപ്പിടിച്ചു കിടക്കുന്ന ഒരു മനുഷ്യൻ, ഹൃദയത്തിൽ ആഴമായി ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു മകൻ, മകൾ, ദൈവമേ നിന്നെ വേദനിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, അതുകൊണ്ട് എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞ് ഉള്ളിൻ്റെ ഉള്ളിൽ നിലവിളിച്ചുകൊണ്ട് ജഡത്തെ ക്രൂശിക്കുന്ന മകൻ, മകൾ, അവരാണ് ദൈവത്തെ സ്നേഹിക്കുന്നവർ. പ്രലോഭന നിമിഷങ്ങളിലാണ് ദൈവത്തെ യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്നവരെയും സ്നേഹിക്കാത്തവരെയും തിരിച്ചറിയാൻ പറ്റുന്നത്. 500 വ്യക്തികൾ പള്ളിയിൽ പോകുന്നെന്ന് വിചാരിക്കുക. ഈ 500 പേർക്കും പ്രലോഭനം വരുന്നു, 400 പേരും തോറ്റുപോകുന്നു, 100 പേര് പിടിച്ചു നിൽക്കുകയാണ്, ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട്. പക്ഷെ അവർ ജഡത്തെ ക്രൂശിക്കുന്നു. 500 പേരും അന്നാ പെസഹ തിരുനാളിൽ കർത്താവിന്റെ കൽപ്പന പോൽ ചൊല്ലിയവരാണ്. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സുസ്തി, ഞങ്ങളുടെ കർത്താവിന്റെ കബറിടമേ സുസ്തി എന്ന് എല്ലാ ദിവസവും പറയുന്നവരാണ്.
പക്ഷെ പ്രലോഭനം വരുമ്പോൾ 400 പേരും ദൈവത്തെ മറന്നുകൊണ്ട് സ്വന്തം സുഖവും സ്വന്തം ജഡത്തിൻ്റെ ആനന്ദവും അന്വേഷിക്കുന്നു. പിറ്റെന്നും പള്ളിയിൽ വരുന്നു. പക്ഷെ ഇതിനകത്ത് 100 പേര് പ്രലോഭനം വരുന്ന നിമിഷങ്ങളിൽ ദൈവത്തിന് വേദനിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് പരിശുദ്ധാത്മാവിനെ മുറുകെ പിടിക്കുകയാണ്. ഈ 100 പേര് ദൈവം വേദനിക്കുന്നതിനേക്കാൾ നല്ലത് എനിക്ക് വേദനിക്കുന്നതാണെന്ന് ചിന്തിക്കുന്നു. ദൈവത്തെ വേദനിപ്പിക്കുന്നതിനേക്കാൾ നല്ലത് മരണമാണെന്ന് ചിന്തിക്കുന്നവരാണ്. അവരാണ് ദൈവത്തിൻ്റെ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നവർ. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, അവരെക്കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്, അങ്ങനെ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ജീവന്റെ കിരീടം ലഭിക്കും. അഭിഷേകം, പരിശുദ്ധാത്മാഭിഷേകം, ദൈവ സാന്നിധ്യത്തിൻ്റെ കിരീടം, ദൈവം കൂടെ നടക്കുന്ന കിരീടം, മഹത്വത്തിൻ്റെ കിരീടം, ജീവന്റെ കിരീടം അവർക്ക് കിട്ടുന്നു. 4ാമതായിട്ട് ജോസഫ് കടന്നു ചെന്ന സ്ഥലമാണ് പ്ലേസ് ഓഫ് ട്രയൽ എന്ന് പറയുന്നത്. വിശുദ്ധിക്ക് വേണ്ടി നിലകൊണ്ട് പ്രലോഭനത്തെ അതിജീവിച്ച ജോസഫ് കൂടുതൽ വേദനാജനകമായ 4ാമത്തെ ഘട്ടത്തിലേക്ക് ചെല്ലുകയാണ്. അത് ജയിലാണ്. ജയിലിൻ്റെ അകത്ത് ജോസഫ് കിടക്കുകയാണ്. പ്ലേസ് ഓഫ് ട്രയൽസ് എന്ന് പറയും. ഈ ജോസഫിൻ്റെ ജീവിതത്തെപ്പറ്റി 105-ാം സങ്കീർത്തനം അതിൻ്റെ 18-19 തിരുവചനങ്ങൾ വായിച്ചു നോക്കുക. ജോസഫിൻ്റെ ജീവിതത്തെപ്പറ്റി പരിശുദ്ധാത്മാവ് പറഞ്ഞിരിക്കുകയാണ്, വിലങ്ങുകൊണ്ട് അവൻ്റെ കാലുകൾ മുറിഞ്ഞു, ഇരുമ്പ് പട്ട അവൻ്റെ കഴുത്തിൽ മുറുകി, അവൻ പ്രവചിച്ചത് സംഭവിക്കുവോളം ദൈവത്തിൻ്റെ വചനം, കർത്താവിൻ്റെ വചനം അവനെ പരീക്ഷിച്ചു. അപ്പൊ ജോസഫിനെ പറ്റി പറഞ്ഞിരിക്കുകയാണ്, ജോസഫിന്റെ കാലുകളിൽ വിലങ്ങു വന്ന് മുറിഞ്ഞു, വിലങ്ങു വീണു, കാലുകൾ മുറിഞ്ഞു, കഴുത്തിൽ ഇരുമ്പ് പട്ട മുറുകി, അവൻ പ്രവചിച്ചത് സംഭവിക്കുവോളം കർത്താവിൻ്റെ വചനം അവനെ പരീക്ഷിച്ചു. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ വചനം നമ്മളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും. ഒരു കരണത്തടിച്ചാൽ മറുകരണം കാണിക്കുമെന്ന് പ്രഭാതത്തിൽ ബൈബിളിൽ വായിച്ച നമ്മളെ ആ വചനം പരീക്ഷിക്കും. അഹങ്കരിക്കരുത്, ദൈവം അഹങ്കാരികളെ എതിർക്കുന്നുവെന്ന് വായിച്ച നമ്മളെ ആ വചനം പരീക്ഷിക്കും. കണ്ണാണ് ശരീരത്തിൻ്റെ വിളക്ക് എന്ന് വായിച്ച നമ്മളെ കർത്താവിൻ്റെ വചനം പരീക്ഷിക്കും. ക്രിസ്തു നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും ക്ഷമിക്കുമെന്ന് കുടുംബ പ്രാർത്ഥനയിൽ ബൈബിൾ വായിച്ച നമ്മളെ, അല്ലെങ്കിൽ വിശുദ്ധ ബലിയിൽ വചനം കേട്ട നമ്മളെ ആ വചനം പരീക്ഷിക്കുമെന്നാണ് കർത്താവിൻ്റെ വചനം പറയുന്നത്. നമ്മളെ കർത്താവിൻ്റെ വചനം പരീക്ഷിക്കുക തന്നെ ചെയ്യും. ജോസഫ് ഉറച്ചു നിന്നു. എനിക്ക് ഒത്തിരി സന്തോഷം തോന്നിയൊരു കാര്യം എന്നറിയാമോ? ദൈവം ജോസഫിൻ്റെ കൂടെ ഇറങ്ങി നിന്നു. കാലിൽ വിലങ്ങുണ്ടായിരുന്നു, കഴുത്തിൽ ഇരുമ്പ് പട്ടയുണ്ടായിരുന്നു. ജോസഫിന് ആരുമില്ല, അപ്പനില്ല, സഹോദരങ്ങളില്ല, കൂട്ടുകാരില്ല, എല്ലാവരും മറന്നു. പക്ഷെ ആ ഇരുമ്പ് പട്ടയുമായി കിടക്കുന്ന ജോസഫ് ഒരു കാര്യം അറിയുന്നുണ്ടായിരുന്നു, ദൈവസാന്നിധ്യം, ദൈവത്തിൻ്റെ മനോഹരമായ സാന്നിധ്യം ജയിലിൻ്റെ അകത്തേക്ക് കടന്നു വന്ന് തന്നെ പൊതിയുന്നത്. തൻ്റെ കാലിൽ വിലങ്ങുണ്ടെങ്കിലും സാരമില്ല, തനിക്ക് കർത്താവുണ്ടല്ലോ എന്നുള്ള ആ വലിയ സത്യമാണ് ജോസഫിനെ ജയിലിൽ ഒരു തെറ്റും ചെയ്യാതിരുന്ന ജോസഫ് ജയിലിൽ കിടന്നിട്ടും ജോസഫ് തകർന്നു പോകാതെ പിടിച്ചു നിർത്തിയത് കർത്താവിൻ്റെ സാന്നിധ്യമാണ്. 5ാമത്തത് പ്ലേസ് ഓഫ് പ്രൊമോഷൻ. ഈ 4 ഘട്ടങ്ങളിലും വിജയിച്ച ജോസഫിനെ തേടി 5ാമത്തെ ഘട്ടം കടന്നു വരികയാണ്. ഉയർച്ച, അല്ലെങ്കിൽ പ്ലേസ് ഓഫ് പ്രൊമോഷൻ. ഉയർച്ചയുടെ ഘട്ടം വരികയാണ്. അവൻ വിശുദ്ധനാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഫറവോ ജോസഫിനെ തെരഞ്ഞെടുക്കുകയാണ്. ജോസഫിലുള്ള പരിശുദ്ധാത്മാവിനെ പറ്റി വിജാതീയ രാജാവായ ഫറവോ പറയുന്നുണ്ട്, ഉന്നതനായ ദൈവത്തിൻ്റെ ആത്മാവ് കുടികൊള്ളുന്ന ഈ മനുഷ്യനെ പോലെ ആരാണ് ഈജിപ്തിലുള്ളത്? അടുത്ത വചനം ഇങ്ങനെയാണ് പറയുന്നത്, ഫറവോ തൻ്റെ കയ്യിൽ കിടന്ന മുദ്രമോതിരം ഊരി ജോസഫിനെ അണിയിച്ചു, വില കൂടിയ വസ്ത്രങ്ങൾ ജോസഫിനെ അണിയിച്ചു, അവൻ്റെ കഴുത്തിൽ സ്വർണ്ണമാല അണിയിച്ചു, 2ാം രഥത്തിൽ കയറ്റി ജോസഫിനെ എഴുന്നള്ളിച്ചിട്ട് പറഞ്ഞു, എല്ലാവരും മുട്ടുകൾ മടക്കുവിൻ, മുട്ടുകൾ മടക്കുവിൻ, ഇതാ ഈജിപ്തിൻ്റെ 2ാമത്തെ ഭരണാധികാരി വരുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രൊമോഷൻ കടന്നു വരികയാണ്. 34-ാം സങ്കീർത്തനം അതിൻ്റെ 19-ാമത്തെ തിരുവചനം, സങ്കീർത്തനം 34:19 ഇങ്ങനെയാണ് വചനം പറയുന്നത്, നീതിമാന്റെ അനർത്ഥങ്ങൾ അനവധിയാണ്, വിശുദ്ധരായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരുടെ കഷ്ടപ്പാടുകൾ അനവധിയാണ്, എന്നാൽ കർത്താവ് അതിൽ നിന്നെല്ലാം അവനെ വിടുവിക്കുന്നു. ഹല്ലേലൂയ! നീതിമാന്റെ അനർത്ഥങ്ങൾ അനവധിയാണ്, എന്നാൽ കർത്താവ് അതിൽ നിന്നെല്ലാം അവനെ വിടുവിക്കുന്നു. ഒരുപാട് വേദനയിലൂടെ കടന്നുപോയ ജോസഫിൻ്റെ വേദനകൾക്കൊടുവിൽ അവസാനമാകുന്നു. ജോസഫ് ഒരുപാട് ഉയർത്തപ്പെടുകയാണ്. ഇതാണ് നമ്മുടെ ദൈവം. ഞാനും നിങ്ങളും ഈ 5 ഘട്ടങ്ങളിലൂടെയും കടന്നു പോകേണ്ടവരാണ്. 4 ഘട്ടങ്ങളിൽ പിടിച്ചു നിൽക്കുന്ന നമ്മളെ തേടി 5ാമത്തെ ഘട്ടം കടന്നു വരുന്നു. അത് ദൈവം നമ്മളെ കൊണ്ടുവരുന്ന ഘട്ടമാണ്. 4 ഘട്ടങ്ങളിലും ദൈവത്തോട് വിശ്വസ്ത പുലർത്തുമ്പോൾ ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്നു, ഉയർത്തുന്നു. കണ്ണുകളടയ്ക്കാം. കർത്താവേ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പലപ്പോഴും ഞങ്ങളുടെ ജീവിതത്തിലെ പല ഘട്ടങ്ങളിലും ഞങ്ങൾ തോറ്റുപോയിട്ടുണ്ട്. ഇനിയെങ്കിലും പരാജയപ്പെടാതെ അവിടുത്തെ കൃപയിൽ ചാരി വിജയിച്ച് അങ്ങയുടെ പദ്ധതികൾ മുഴുവൻ എന്നിൽ നിറവേറ്റപ്പെടുവാൻ എന്നെ അനുഗ്രഹിക്കണമേ.
യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന.